കേരള ദിനേശിന്റെ സംരംഭമായ തലശ്ശേരിയിലെ കഫേ ദിനേശ് 10ാം വയസ്സിലേക്ക് 2015 പ്രവർത്തനം ആരംഭിച്ച കഫേ ദിനേശ് മികച്ച സൗകര്യങ്ങളോടെയും പുത്തൻ രുചിക്കൂട്ടുകളുമായി മുന്നോട്ടുള്ള യാത്ര തുടരുകയാണെന്ന് സംഘം ഭാരവാഹികൾ തലശ്ശേരിയിൽ അറിയിച്ചു. കേരള ദിനേശ് ബിഡി സഹകരണ സംഘത്തിന്റെ കീഴിൽ 2015 വൈവിധ്യവൽക്കരണ പ്രവൃത്തിയുടെ ഭാഗമായി തലശ്ശേരിയിൽ കഫേ ദിനേശ് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ മികച്ച സ്വീകാര്യതയാണ് സ്ഥാപനത്തിന് ലഭിക്കുന്നത്. ദിനേശിന്റെ തന്നെ മായം കലരാത്ത ഗുണനിലവാരമുള്ള കറി പൗഡറുകൾ ഉപയോഗിച്ചാണ് കഫേ ദിനേശിൽ ഭക്ഷണം പാകം ചെയ്യുന്നതും. വൈവിധ്യമാർന്ന മറ്റു ഉൽപ്പന്നങ്ങളും ദിനേശിലൂടെ വിപണിയിൽ എത്തുന്നതായി കേരള ദിനേശ് കേന്ദ്ര സംഘം ചെയർമാൻ MK ദിനേശ് ബാബു പറഞ്ഞു. ഈ ഹോട്ടലുകളെല്ലാം തന്നെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലുകളിലെല്ലാം ഈ തലശ്ശേരിയുള്ള ഹോട്ടൽ ഇപ്പോൾ 10ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഈ ഹോട്ടലുകളിലെല്ലാം ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിനേശിൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, ദിനേശിൻ്റെതല്ലാത്ത ചില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടി വരും, പക്ഷേ അതല്ലാതെ ഭൂരിഭാഗവും ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർക്കാത്ത, കൃത്രിമമില്ലാത്ത ദിനേശിൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയാണ് കേരള ദിനേശിൻ്റെ എല്ലാ ഹോട്ടലുകളിലും കൈകാര്യം ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തൊഴിലാളികളോടായാലും പൊതുജനങ്ങളോടായാലും നമുക്ക് പറയാനുള്ളത് ദിനേശിൻ്റെ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ച് യാതൊരുവിധ അസുഖവും നിങ്ങൾക്കുണ്ടാകില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്ന കറി പൗഡറുകളിലെല്ലാം വലിയ മായം ചേർത്തിട്ടാണ് കറി പൗഡറുകൾ പുറത്തിറങ്ങുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ തൊഴിലാളികൾ തന്നെ നമ്മുടെ ഫാക്ടറികളിൽ വെച്ച് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന അതേ കറി പൗഡറുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതേ മസാലകൾ ഉപയോഗിച്ചുകൊണ്ട്, അതേ ഗോതമ്പ് പൊടി ഉപയോഗിച്ചുകൊണ്ട്, ഇങ്ങനെയുള്ള ദിനേശിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഹോട്ടലുകളിലെല്ലാം തന്നെ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 10ാം വാർഷികത്തിന്റെ ഭാഗമായി മാടപ്പീടിക ബ്രാഞ്ച് കെട്ടിടത്തിൽ ദിനേശ് കഫേയുടെ ഒരു യൂണിറ്റ് കൂടി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ദിനേശ് കഫേയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് വാഴയിൽ വാസു, കേന്ദ്ര സംഘം സെക്രട്ടറി കിഷോർ കുമാർ, വാഴയിൽ സതി, തലശ്ശേരി സംഘം സെക്രട്ടറി അയന സുധാകരൻ, സംഘം ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.